2024 എന്ന ഈ വർഷം മോളിവുഡിൽ തന്നെ വലിയൊരു കംബാക്ക് ആയിരുന്നു. ഏറ്റവും അധികം 50 കോടി സിനിമകൾ, ഏറ്റവും അധികം 100 കോടി സിനിമകൾ, വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത താരങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനങ്ങൾ ഈ വർഷം നടത്തിയിരുന്നു. ഇതുകൂടാതെ കലാമൂല്യമുള്ള ഒരുപാട് പെർഫോമൻസും വന്നു. ഇതൊന്നും പോരാതെ വൻ ഹൈപ്പിൽ വന്ന ഒരുപാട് സിനിമകൾ നിരാശയും നൽകിയിരുന്നു. അങ്ങനെയുള്ള 2024 എന്ന വർഷത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയോടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സമയം വിട്ടുകളെ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വർഷം റിലീസായ സിനിമ ഏതാണെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. 2024 ആദ്യ റിലീസ് ജനുവരിയിലായിരുന്നു. ജനുവരിയിലെ ആദ്യ റിലീസ് ആട്ടം എന്ന സിനിമയായിരുന്നു. വിനയ് ഫോർട്ട് പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായില്ലെങ്കിലും ഒരുപാട് പ്രേക്ഷക പ്രശംസ OTT റിലീസിന് ശേഷം നേടിയെടുത്തു. പിന്നീട് അതേ ദിവസം തന്നെ ജാബരി കുരുവി, മാംഗോ മുറി, പാളയം PC, രാസ്ത അങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസായെങ്കിലും ഇവയൊന്നും ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയില്ല. പിന്നീട് നല്ല രീതിയിലുള്ള ഹൈപ്പ് റിലീസായ സിനിമ അതേ ജനുവരി 11 റിലീസായ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയായിരുന്നു. ജനുവരി 11 റിലീസായ ഓസ്ലർ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് വലിയൊരു ഹൈപ്പായിരുന്നു. മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്നതായിരുന്നു സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഇമ്പാക്റ്റ്. ശരിക്കും ഒരു ചെറിയ ഗസ്റ്റ് റോൾ എന്ന് കരുതിയവർക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടപ്പോൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. എന്തായാലും മമ്മൂക്കയെ ഇതുവരെ കാണാത്ത മറ്റൊരു രീതിയിലാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2011 ആദ്യ വിജയമായി ഓസ്ലർ മാറി. പിന്നീട് റിലീസായ ഖൽബ്, ഡെവിൾ ഹണ്ടേഴ്സ്, മായാവനം, മൈത്രി, പേപ്പർ ടീ, പെരുങ്കളിയാട്ടം, പിന്നിൽ ഒരാൾ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ ഫ്ലോപ്പായി മാറി. പിന്നീട് കമൽ സംവിധാനം ചെയ്ത് ഷൈൻ ടോം ചാക്കോയുടെ 100ാമത്തെ സിനിമ എന്ന പേരിൽ പ്രൊമോഷൻ വന്ന സിനിമയായിരുന്നു വിവേകാനന്ദൻ വൈറലാണ്. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കിയില്ല. പിന്നീട് ആൻഡ്രൂ ദിമാൻ, ഹോഡ് എന്നിങ്ങനെ സിനിമകൾ റിലീസായി. ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ജനുവരി 25 റിലീസായ സിനിമയായിരുന്നു മലക്കോട്ടൈ വാലിബൻ. ജനുവരി 25 റിലീസായ മലക്കോട്ടൈ വാലിബൻ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പും വളരെ വലുതായിരുന്നു. സിനിമയിലേക്ക് ഋഷഭ് ഷെട്ടി, കമലഹാസൻ പോലുള്ള താരങ്ങൾ വരുന്നു എന്ന് ആദ്യമേ തന്നെ ടോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് സിനിമ ഒടിയന് മേൽ ഹൈപ്പ് പോകും എന്നൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കാണപ്പോകുന്നത് സിനിമയ്ക്ക് പ്രൊമോഷൻ ടൈമിൽ ടിനു പാപ്പച്ചൻ കൊടുത്ത ഹൈപ്പും വളരെ വലുതായിരുന്നു. അതായത് ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്ക് തിയേറ്ററിൽ കുലുങ്ങുമെന്നൊക്കെ പറഞ്ഞ ആ ഡയലോഗ് വലിയ രീതിയിലുള്ള ട്രോള് പിന്നീട് അതായത് സിനിമ റിലീസിന് ശേഷം നേടിയെടുത്തെങ്കിലും ആ സമയത്ത് സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ ഈ ഡയലോഗൊക്കെ വലിയ യൂസ്ഫുൾ ആയിരുന്നു. എന്തായാലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായെങ്കിലും സിനിമ OTT റിലീസിന് ശേഷം പ്രേക്ഷക പ്രശംസ അത്യാവശ്യം നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിച്ചു. പിന്നീട് ഫെബ്രുവരി മാസം തുടങ്ങി. ഫെബ്രുവരി മാസത്തിലെ ആദ്യ സിനിമയായിരുന്നു അയ്യർ ഇൻ അറേബ്യ. MA നിഷ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഊർവശി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. നല്ലൊരു പ്രമോഷനോട് കൂടി വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് കള്ളന്മാരുടെ വീട്, കുറിഞ്ഞി, LLB, മൃദുഭാവെ, ദൃഢഗാത്ര, ഒഴുകി അങ്ങനെ നിരവധി സിനിമകൾ വന്നെങ്കിലും ഈ സിനിമകൾക്കൊന്നും തന്നെ ബോക്സ് ഓഫീസിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലായിരുന്നു മലയാള സിനിമയുടെ വലിയൊരു കംബാക്ക് കണ്ടത്. അതായത് ഓസ്ലർ എന്ന സിനിമ ജസ്റ്റ് ഒരു സൂപ്പർ ഹിറ്റായാണ് മാറിയത്. എന്നാൽ മലയാള സിനിമ 100 കോടി ടച്ച് ചെയ്തത് ഇതേ ഫെബ്രുവരി മാസത്തിലായിരുന്നു. പിന്നീട് തൊട്ടടുത്തായി റിലീസായ 3 സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ കൊയ്തു. ഇവയിൽ ആദ്യ സിനിമ ടോവിനോ നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയായിരുന്നു. ഫെബ്രുവരി 9 റിലീസായ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ടോവിനോ തോമസ്, സിദ്ദിഖ്, ബാബുരാജ് തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്ന ഈ സിനിമ ടോവിനോയുടെ കരിയറിലെ മികച്ച ഹിറ്റുകളൊന്നായി മാറി. മലയാള സിനിമ കണ്ട വലിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു ഇതേ ഫെബ്രുവരി മാസത്തിലായിരുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, ഭ്രമയോഗം എന്നീ 3 സിനിമകളും ഏകദേശം ഒരേ ടൈമിൽ റിലീസാവുകയും 3 സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ഇവയിൽ പ്രേമലു എന്ന സിനിമ 100 കോടി ടച്ച് ചെയ്യുകയും ചെയ്തു. മമ്മൂക്കയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വന്ന ഭ്രമയോഗം എന്ന സിനിമ ഏകദേശം 50 കോടിക്ക് മുകളിൽ ടച്ച് ചെയ്യുകയും ചെയ്തു. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് നസ്ലൻ, മമിത ബൈജു എന്നീ താര ജോഡികളെ സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവന്ന് ബോക്സ് ഓഫീസിൽ വൻ വിജയമെന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിൽ നസ്ലന്റെ 100 കോടി നേട്ടം കൂടി കൈവരിച്ച ഈ സിനിമ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഒരു വലിയ സെൻസേഷൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നീട് അതേ ദിവസം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു മമ്മൂക്കയുടെ പ്രമേയം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം വൻ ഹൈപ്പിൽ വരുന്ന ഹൊറർ സിനിമ എന്നതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പ് വളരെ വലുതായിരുന്നു.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത സിനിമയായിരുന്നു ഇതേ പ്രമേയം എന്ന സിനിമ. വെറും 3 പേരെ വെച്ച് ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യുന്ന വലിയൊരു ടാസ്കും ഇതേ സംവിധായകൻ വളരെ മികച്ച രീതിയിൽ ചെയ്തെടുത്തു. പിന്നീട് റിയാസ് ഷെരീഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന തുണ്ട് എന്ന സിനിമയും റിലീസായി. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായില്ലെങ്കിലും ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് റിലീസായത് സസ്പെക്ടഡ് ലിസ്റ്റ് എന്ന സിനിമയായിരുന്നു. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. ഈ സിനിമയിലെ നായകൻ വിനീത് കുമാർ ആയിരുന്നു. പിന്നീട് റിലീസായ സിനിമയായിരുന്നു ഫാമിലി. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. ഫെബ്രുവരി മാസത്തിന്റെ എടുത്തു പറയാവുന്ന മറ്റൊരു സവിശേഷത മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. ചിദംബരത്തിന്റെ ജാനേമാൻ എന്ന സിനിമയ്ക്ക് ശേഷം വലിയ ഹൈപ്പിലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസായത്. സുഷിൻ ശ്യാം പറഞ്ഞ മലയാള സിനിമയുടെ സീൻ മാറ്റും എന്ന ഡയലോഗ് ശരിക്കും അർത്ഥവത്താകുന്ന രീതിയിലായിരുന്നു ഈ സിനിമയ്ക്ക് റിലീസിന് ശേഷം തന്നത്. മലയാള സിനിമ ആദ്യമായി 200 കോടി ടച്ച് ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ തമിഴ്നാട്ടിലും വലിയ ഓളം ഉണ്ടാക്കാൻ ഇതേ മഞ്ഞുമൽ ബോയ്സിനെ കണ്ടായി. ഗുണ എന്ന സിനിമയിലെ കൺമണി അൻപോട് എന്നൊരു സോങ് അവിടെ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റും ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ബോക്സ് ഓഫീസിലും വലിയ നേട്ടങ്ങളാണ് നേടിയെടുത്തത്. ആദ്യ ദിവസം മുതൽ തന്നെ പോസിറ്റീവ് റെസ്പോൺസ് വന്നതുകൊണ്ട് സിനിമയ്ക്ക് കേരളത്തിന് വെളിയിലും വലിയ റീച്ച് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നീട് അരിവാൾ, ചോപ്പ് എന്നിങ്ങനെ 2 സിനിമകൾ കൂടി അതേ മാസം റിലീസായെങ്കിലും സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് മാർച്ച് മാസം തുടങ്ങി. മാർച്ച് മാസത്തിൽ ആനന്ദപുരം ഡയറീസ്, കാടകൻ, സ്പോയിൽസ് എന്നിങ്ങനെ 3 സിനിമകൾ ആദ്യം വന്ന് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. പിന്നീട് റിലീസായ സിനിമയായിരുന്നു ദിലീപ് നായകനായി ജഗദീഷ് ജഗന്നാഥൻ ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്ത തങ്കമണി എന്ന സിനിമ. ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ജഗന്നാഥൻ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി വന്ന സിനിമയായിരുന്നു തങ്കമണി. വർഷങ്ങൾക്ക് മുന്നേ നടന്ന തങ്കമണി ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് വന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറിയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ദിലീപ്, അജ്മൽ അമീർ, മനോജ് കെ ജയൻ തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ഇതേ തങ്കമണി എന്ന സിനിമ. എന്നാൽ സിനിമയുടെ ടീസറിനും പോസ്റ്ററുകളിലും ഒക്കെ കണ്ട ആ ഒരു പോസിറ്റീവ് വൈബ് സിനിമയ്ക്ക് റിലീസിന് ശേഷം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സിനിമ ദിലീപിന്റെ കരിയറിലെ തന്നെ വലിയൊരു ഡിസാസ്റ്ററായാണ് മാറിയത്. പിന്നീട് അഗാധ കാക്കോളജിക്കൽ, എക്സിറ്റ്, കുരുവി പാപ്പ, മനസാവാച, ഒരു സർക്കാർ ഉൽപ്പന്നം, പകലിരവ് എന്നീ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. പിന്നീട് അതേ മാസം റിലീസായ സിനിമയായിരുന്നു അഞ്ചക്ക കള്ളക്കോക്കൻ. ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ലുക്മാൻ അവറാൻ, ചെമ്പൻ മിൻഡോസ് തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമായി മാറിയില്ലെങ്കിലും OTT റിലീസിന് ശേഷം വലിയ രീതിയിലുള്ള പ്രശംസ ഈ സിനിമ നേടിയെടുത്തു. പിന്നീട് ഡയൽ 100, ഗംഗയുടെ വീട്, ഇതുവരെ, ജനനം, ഒരു കടന്നൽ കഥ, ബേണിംഗ് ഗോസ്റ്റ്, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, കൂത്തോട്, സീക്രട്ട് ഹോം ഇങ്ങനെ ഒരുപാട് സിനിമകൾ ആ മാസം തന്നെ റിലീസായി. എല്ലാ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് റിലീസായ സിനിമയായിരുന്നു മാർച്ച് 28 റിലീസായ ആടുജീവിതം. മാർച്ച് 28 റിലീസായ ആടുജീവിതം എന്ന സിനിമ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്ത റീച്ച് തീരെ ചെറുതല്ല. ബ്ലസ്സിയുടെയും പൃഥ്വിരാജിന്റെയും കാരിയർ ബെസ്റ്റ് വർക്ക് കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമയ്ക്കായി രാജുവേട്ടൻ ചെയ്ത ഡെഡിക്കേഷനും എടുത്തു പറയുന്ന ഒന്ന് തന്നെയായിരുന്നു. നാഷണൽ അവാർഡിന് പോലും രാജുവേട്ടന് സാധ്യത കൂടി കൽപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ഗോഡ് ലൈവ്. ഇതുകൂടാതെ ഈ സിനിമ രാജുവേട്ടന്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയമായി തീർന്നു. അതായത് 100 കോടി ക്ലബ്ബ് ടച്ച് ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇനി ഒരു പക്ഷേ വരാനിരിക്കുന്ന നാഷണൽ അവാർഡിൽ പോലും രാജുവേട്ടന്റെ പേര് മുഴങ്ങി കേൾക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇതുകൂടാതെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ഈ സിനിമയിൽ AR റഹ്മാൻ ചെയ്തു വെച്ച വർക്ക്. അതും ഒരുപാട് പ്രശംസ നേടിയെടുത്തിരുന്നു. പിന്നീട് മൂന്നാം ഘട്ടം, വയസ്സ് എത്രയായി മൂവ് ചെയ്യുന്ന, സ്വരം എന്നിങ്ങനെ പല സിനിമകൾ റിലീസായെങ്കിലും എല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ഏപ്രിൽ സീസൺ തുടങ്ങി, വിഷു സീസണും തുടങ്ങി. ഏപ്രിൽ മാസത്തിൽ ഒരുപാട് സിനിമകൾ റിലീസായി. ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിലെ ആ വിഷു ക്ലാഷും വളരെ വലുതായിരുന്നു. ഇവയിൽ ആദ്യം റിലീസായത് ബഡൽ എന്ന സിനിമയായിരുന്നു. ബഡൽ, ചാപ്പാക്കൂത്ത്, എൽ എന്നിങ്ങനെ 3 സിനിമകൾ ആദ്യമേ തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ഏപ്രിൽ 11 അതായത് വിഷു സീസണിൽ ഏപ്രിൽ 11 3 സിനിമകളാണ് റിലീസായത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം, ഇതുകൂടാതെ ജയ് ഗണേശ്, അങ്ങനെ വൻ ഹൈപ്പിൽ വന്ന 3 സിനിമകൾ ഒന്നിച്ച് വിഷു റിലീസായി വന്നു. ഇവയിൽ വിജയിച്ചത് ആവേശമായിരുന്നു. ഇതുകൂടാതെ വന്ന മറ്റു 2 സിനിമകളും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷമായി എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി.
ഇവയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 50 കോടി ക്ലബിലും ആവേശം എന്ന സിനിമ 100 കോടി ക്ലബിലും ഇടം നേടി. ആവേശം എന്ന സിനിമയിലെ എടാ മോനെ എന്ന ഡയലോഗ് വൻ ട്രെൻഡ് സെറ്ററായി മാറുകയും ചെയ്തു. ആവേശം എന്ന സിനിമ ഫഹദിന്റെ കരിയറിലെ തന്നെ വളരെ മികച്ചൊരു കഥാപാത്രമായി മാറി. ഇതുകൂടാതെ ഈ സിനിമയിലെ അമ്പാൻ എന്ന ക്യാരക്ടറും ഏറെ ശ്രദ്ധ നേടിയെടുത്തു. ഇതിലൊന്നും പോരാഞ്ഞ് സുഷിൻ ശ്യാം ഈ സിനിമയ്ക്ക് ചെയ്ത മ്യൂസിക്കും വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. എന്നാൽ അതേ ദിവസം തന്നെ റിലീസായ രഞ്ജിത്ത് ശങ്കറിന്റെ ഉണ്ണിമൂന്തര നായകനായി റിലീസായ ജയ് ഗണേഷ് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ചാർ ചോർ, ഉടനടി മാംഗല്യം, തുറത്തിമലയിലെ തിരുത്തുകൾ, പഞ്ചവത്സര പദ്ധതി എന്നീ സിനിമകളെല്ലാം അതേ മാസം റിലീസായി അവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് റിലീസായ സിനിമയായിരുന്നു പാവി കെയർടേക്കർ. വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി വന്ന സിനിമയായിരുന്നു പാവി കെയർടേക്കർ. ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ ഒരു വിന്റേജ് വൈബ് പിടിക്കാൻ നോക്കി അതൊന്നും സാധിക്കാതെ പോയ സിനിമയായിരുന്നു ഇതേ പാവി കെയർടേക്കർ. ചില കോമഡി സിനിമകൾ വർക്കായെങ്കിലും ശരിക്കും പറഞ്ഞാൽ സിനിമ ഓൾ ഓവർ നോക്കിയാൽ ഒരു പരാജയമായാണ് അന്ന് മാറിയത്. ബോക്സ് ഓഫീസിലും ഇതേപോലെ തന്നെ ആവറേജ് വിജയത്തിൽ ഈ സിനിമ ഒതുങ്ങി. പിന്നീട് മെയ് മാസം തുടങ്ങി. മെയ് മാസത്തിലെ ആദ്യ റിലീസായി വന്ന സിനിമ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയായിരുന്നു. ജനഗണമന പോലെ ഒരു ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കിയ ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിതിൻ മോളി എന്ന ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്ട് കൊണ്ട് മലയാളി ഫ്രം ഇന്ത്യക്കും വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹൈപ്പിനൊത്ത പ്രകടനം സിനിമയ്ക്ക് ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ സിനിമ ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററായി മാറി. ശരിക്കും പറഞ്ഞാൽ നിതിൻ മോളിയുടെ കരിയറിൽ തന്നെ ഒരുപാട് കണ്ടിന്യൂസ് ഫ്ലോപ്പിന് ശേഷം ഹിറ്റ് ആകും എന്നൊരു പ്രതീക്ഷ നൽകിയ സിനിമയായിരുന്നു ഈ സിനിമ. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഡിസാസ്റ്ററായി മാറിയത് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിയുടെ കരിയറിനെ വളരെ നെഗറ്റീവായി തന്നെ ബാധിച്ചു. മെയ് മാസത്തിലെത്തിയ മറ്റൊരു ഹൈപ്പ് റിലീസായിരുന്നു നടികർ എന്ന സിനിമ. ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് ടോവിനോ ആയിരുന്നു സിനിമയിൽ നായകനായി വന്നത്. സിനിമയിൽ നായികയായി ഭാവനയും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ സിനിമ. എന്നാൽ ബോക്സ് ഓഫീസിൽ യാതൊരുവിധ ഓളവും ഉണ്ടാക്കിയെടുത്തില്ല. പിന്നീട് പോക, ആരോ, മാരിവില്ലൻ ഗോപുരങ്ങൾ, പെരുമാനി, സ്വീറ്റ് ചക്കര ഉമ്മ ഇങ്ങനെ നിരവധി സിനിമകൾ വന്നെങ്കിലും സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. മെയ് മാസത്തിലെ മറ്റൊരു വലിയ റിലീസായിരുന്നു ഗുരുവായൂരമ്പല നട. പൃഥ്വിരാജ് ബേസിൽ കോംബോ ആദ്യമായി സ്ക്രീനിൽ വരുന്നു. ഇതുകൂടാതെ ഒരു കോമഡി എന്റർടൈനുള്ള സിനിമയിൽ വലിയൊരു ഗ്യാപ്പിന് ശേഷം പൃഥ്വിരാജ് അഭിനയിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ആടുജീവിതം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആക്കിയതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് വലിയൊരു ട്രെൻഡായി നിൽക്കുന്ന സമയമായിരുന്നു. ഇതിന്റെ എല്ലാം ഉള്ള റിസൾട്ട് സിനിമയിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോമഡി എല്ലാം വർക്കായ ഒരു സിനിമയായിരുന്നു ഇത്. ഇതുകൂടാതെ പൃഥ്വിരാജിന്റെ ഒരുപാട് സിനിമകളുടെ റെഫറൻസും ഈ സിനിമയിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ തന്നെ ഉണ്ട്. ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. എന്തായാലും ഏകദേശം 100 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടാനും ഇതേ ഗുരുവായൂരമ്പല നട എന്ന സിനിമയൊക്കെ ഉണ്ടായി. പിന്നീട് കുട്ടീസ് ഗ്യാങ്, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നാത്താൻ കേസുകൂടി എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് മൂവി കൂടിയായിരുന്നു. ഇതുകൂടാതെ ഗു, ഗാർഡിയൻ ഏഞ്ചൽ, CID രാമചന്ദ്രൻ ഇങ്ങനെ നിരവധി സിനിമകൾ റിലീസായെങ്കിലും ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് മമ്മൂക്ക വൈശാഖ് കോംബോയിൽ വന്ന ടർബോ റിലീസായി. മെയ് 23 റിലീസായ ടർബോ എന്ന ഈ സിനിമയ്ക്ക് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം പോക്കിരി രാജയൊക്കെ വൻ ബ്ലോക്ക് ബസ്റ്റർ ആക്കിയ അതേ കോംബോ ഒന്നിക്കുന്നതുകൊണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ 100 കോടി നേടാത്തത് വലിയൊരു അത്ഭുതമാണ്. കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടിയും തെലുങ്കിൽ നിന്ന് സുനിലും ഒക്കെ ഈ സിനിമയിൽ വലിയ വലിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലെയായിരുന്നു ഈ സിനിമയുടെ മേക്കിംഗ് വരെ. മമ്മൂക്ക ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫർട്സ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. പക്ഷെ ഇത്രയെല്ലാം എഫർട്സ് എടുത്തിട്ടും ഈ സിനിമ 100 കോടി ക്ലബ് ടച്ച് ചെയ്യാത്തത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. പിന്നീട് മന്ദാകിനി എന്നൊരു സിനിമ റിലീസായെങ്കിലും സിനിമയും ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായി. അതിനുശേഷം റിലീസായ സിനിമയായിരുന്നു ജിസ്റ്റോയ് സംവിധാനം ചെയ്ത താലവൻ. താലവൻ എന്നുള്ള ഈ ജിസ്റ്റോയുടെ സിനിമ ഒരു ഫീൽ ഗുഡ് സിനിമയല്ല. സാധാരണ ആസിഫ് അലി ജിസ്റ്റോയ് കോംബോ ഒരു സിനിമ വരുമ്പോൾ ഇതൊരു ഫീൽ ഗുഡ് പോലെയാണ് വരുന്നത്. പക്ഷെ ഇതൊരു വല്ലാത്ത ത്രില്ലർ സിനിമയായിരുന്നു. ഈ സിനിമയിൽ ആസിഫ് അലിയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ബിജു മേനോൻ ചെയ്തത്. ആസിഫ് അലിക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മികച്ച ഒരു ഹിറ്റ് നേടിയ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. പിന്നീട് കുടുംബശ്രീയും കുഞ്ഞാടും, ഇഷ്ടരാഗം, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, ദ മിസ്റ്റേക്കർ, ഹു, സ്വകാര്യം, സംഭവ ബഹുലം ഇങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസായിരുന്നു. ഈ സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമ ശരിക്കും പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ യാതൊരു സക്സസ് ഉണ്ടാക്കില്ല. പക്ഷേ ഈ സിനിമയുടെ ഡയറക്ടർ നാദിർഷയും സ്ക്രിപ്റ്റ് ചെയ്തത് റാഫിയുമായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ 2015, 16, 17 ടൈമിലൊക്കെ ഈ ഒരു കോംബോയിൽ സിനിമ വന്ന അപാര ഹൈപ്പ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോംബോ ആയിരുന്നു. പക്ഷേ ഈ സിനിമ റിലീസ് ആയതുപോലും പലരും അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ജൂൺ മാസത്തിൽ റിലീസുകളായിരുന്നു. ജൂൺ മാസത്തിൽ റിലീസായ ആദ്യ സിനിമയായിരുന്നു ലിറ്റിൽ ഹാർട്ട്. ഷെയ്ൻ നിഹം, മഹിമ നമ്പ്യാർ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായി മാറി. പിന്നീട് അഭിരാമി എന്നൊരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. ജൂൺ മാസത്തിൽ റിലീസിലെ എടുത്തു പറയുന്ന സിനിമയായിരുന്നു ഗോളം. ശരിക്കും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ പോലും OTT റിലീസിൽ ഈ സിനിമ ശരിക്കും അപ്രിസിയേഷൻ നേടിയെടുത്തു. പിന്നീട് ജമാലിന്റെ പുഞ്ചിരി, മായമ്മ, ശ്രീമുത്തപ്പൻ, പുല്ലു റൈസിംഗ്, DNA, ഗിർ, മുറിവ്, ഒരു കഥ പറയും നേരം, ഉള്ളൊഴുക്ക്, നടന്ന സംഭവം, മാത്തു, മോണിക്ക, ഒരു AI സ്റ്റോറി, അങ്കിളും കുട്ടിയോളും, ഗഗനാചാരി, സ്വർഗത്തിലെ കട്ടുറുമ്പ്, ബിഗ് ബെൻ, കുണ്ടല പുരാണം, പാരഡൈസ്, പട്ടാപ്പകൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ ആ മാസം റിലീസായെങ്കിലും എടുത്തു പറയത്തക്ക ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമ ഒന്നും തന്നെയില്ല. ഇവയിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായില്ല. എന്നാലും ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ ഒക്കെ നേടിയെടുത്ത സിനിമയാണ്. ഈ സിനിമയിലെ ഊർവശിയുടെയും പാർവതിയുടെയും ക്യാരക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത്. ഇവയിൽ ഗിർ എന്ന സിനിമ ബോക്സ് ഓഫീസിലും പരാജയമായി. ഇതുകൂടാതെ ഈ സിനിമ OTT റിലീസിന് ശേഷം ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസും നേടിയെടുത്തു. കുഞ്ചാക്കോ ഓൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു കോമഡി സിനിമ ചെയ്യുന്നു. ഇതുകൂടാതെ സുരാജ് വെഞ്ഞാറമൂട് ഇമ്പോർട്ടന്റ് റോൾ ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ഹൈപ്പും പ്രൊമോഷനും ഒക്കെ കിട്ടി. പക്ഷേ ഈ സിനിമ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ബോക്സ് ഓഫീസിൽ വലിയ ഡിസാസ്റ്റർ ആയിട്ടാണ് മാറിയത്. പിന്നീട് ജൂലൈ മാസത്തിൽ റിലീസുകളായിരുന്നു. ജൂലൈ മാസത്തിലെ ആദ്യ സിനിമകളെല്ലാം തന്നെ ഏറെക്കുറെ പരാജയമായിരുന്നു. ജൂലൈ മാസത്തിൽ ആദി നായകവാദം, പാർട്ട്നേഴ്സ്, എഴുത്തോല, കുറുക്ക്, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, കനകരാജ്യം, കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന, ഇടിയൻ ചന്തു, പുതിയ നിറം, സമാധാന പുസ്തകം, വിശേഷം, ഇങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസായി. ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായാണ് മാറിയത്. ജൂലൈ മാസത്തിലെ വലിയൊരു റിലീസായിരുന്നു വിശേഷം എന്ന സിനിമ. വിശേഷം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം നേടി. ഇതിനുശേഷം OTTയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ നേടിയെടുത്തു. പിന്നീട് ആസിഫ് അലി നായകനായി വന്ന ലെവൽ ക്രോസ് എന്ന സിനിമ ഭേദപ്പെട്ട രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. ഇതുകൂടാതെ ആസിഫ് അലിക്ക് ഒരുപാട് അപ്രിസിയേഷൻ നേടിക്കൊടുത്തു. ലെവൽ ക്രോസ് എന്ന ഈ സിനിമയിൽ ആസിഫ് അലി ചെയ്ത നെഗറ്റീവ് ക്യാരക്ടർ അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമാകാൻ സാധിച്ചു. പിന്നീട് പഞ്ചായത്ത് ജട്ടി, സീക്രട്ട്, ഇങ്ങനെ 2 സിനിമകൾ റിലീസായി. ഇവയിൽ പഞ്ചായത്ത് ജട്ടി എന്ന സിനിമ അത്യാവശ്യം നല്ല ഹൈപ്പിലാണ് റിലീസായതെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ഓഗസ്റ്റ് മാസം തുടങ്ങി. ഓഗസ്റ്റ് മാസത്തിൽ പ്രാപ്പേട, ചെക്ക്മേറ്റ്, സിയാഡ, സൂപ്പർ സിന്ദഗി, അങ്ങനെ ഒരുപാട് സിനിമകൾ ആദ്യം റിലീസായെങ്കിലും ഇവയൊന്നും തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. ഓഗസ്റ്റ് മാസത്തിൽ ബോക്സ് ഓഫീസിൽ വിജയമല്ലാതായിട്ട് പിന്നെ OTTയിൽ ഇറങ്ങിയപ്പോൾ വലിയ പ്രശംസ നേടിയ സിനിമയായിരുന്നു ആസിഫ് അലിയുടെ അഡിയോസ് അമിഗോസ്. പിന്നീട് മകുടി, മെമ്മറി പ്ലസ്, ഓർമ്മ ചിത്രം, അങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസായി. ഇവയെല്ലാം ഫ്ലോപ്പായി മാറി. ഓഗസ്റ്റ് മാസത്തിലെ മറ്റൊരു വലിയ റിലീസായിരുന്നു ജിത്തു ജോസഫ്, ബേസിൽ കോമ്പയിൽ വന്ന നുണക്കുഴി. നുണക്കുഴി എന്നുള്ള സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ലെങ്കിലും റിലീസ് സമയത്ത് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ റീസൺ ജിത്തു ജോസഫ്, ബേസിൽ ജോസഫ് കോമ്പോയിൽ വരുന്ന സിനിമ എന്തുകൊണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ഒക്കെ വർക്കായ സിനിമയായിരുന്നു. പിന്നീട് മാവോയിസ്റ്റ് എന്ന സിനിമയും അതേ ദിവസം തന്നെ റിലീസായി ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി. പിന്നീട് ആനന്ദമനം സംവിധാനം ചെയ്ത വാഴ എന്ന സിനിമയാണ്. ഹാഷിർ എന്ന ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറിനെ എത്ര രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്ന പ്രൊമോഷൻ ട്രിക്ക് കാണിച്ച സിനിമയാണ് വാഴ. സിനിമ അത്ര വലിയ സ്റ്റോറി ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ന് കറന്റ്ലി കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ബോയ്സിന്റെയും ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഇൻസിഡൻസ് ഈ സിനിമയിലുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ ഇടുന്ന ആ BGM ഒക്കെ നല്ല രീതിയിൽ കണക്ട് ആയി. അതിനുള്ള വിജയം സിനിമയ്ക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ സെക്കൻഡ് പാർട്ടിൽ ഹാഷിറിനെ മെയിൻ ഹീറോ ആക്കിയ ഒരു സിനിമ ചെയ്യാമെന്നൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഹണ്ട്, ഫൂട്ടേജ്, കർണിക, താനാര, പാലും പഴവും, വിരുന്ന്, ഭരതനാട്യം, ചുരുൾ, കട്ടപ്പാടത്തെ മാന്ത്രികൻ, മനോരാജ്യം, പട്ടം, സംഭവ സ്ഥലത്തു നിന്നും, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നെങ്കിലും ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയാണ് മാറിയത്. പിന്നീട് വന്നത് സെപ്റ്റംബർ മാസമായിരുന്നു. സെപ്റ്റംബർ മാസവും ഓണക്ലാഷുകളും കൊണ്ട് ഒരുപാട് സിനിമകൾ റിലീസായി. ഓണക്ലാഷ് പോലും അത്യാവശ്യം നല്ല രീതിയിൽ വരവറിയിച്ച സിനിമകളായിരുന്നു. ഓണം സീസണിലെ ആദ്യ സിനിമയായിരുന്നു ഡ്രെഡ്ഫുൾ ചാപ്റ്റേഴ്സ്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് വലിയ കാത്തിരിപ്പിനൊടുവിൽ ടൊവിനോയുടെ കരിയർ ഹൈപ്പ് സിനിമയായ ARM റിലീസായി. അജയന്റെ രണ്ടാം മോഷണം, കൊണ്ടൽ, കിഷ്കിന്ദ കാണ്ഡം, ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ്, ഇങ്ങനെ 4 സിനിമയായിരുന്നു ഓണം ക്ലാഷ് ആയിട്ട് വന്നത്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറായ ജിതിൻ ലാലിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു.
വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിന്റെ കാത്തിരിപ്പും ഹാർഡ് വർക്കുമായിരുന്നു ഈ സിനിമയുടെ വിജയം. കിഷ്കിന്ധാകാന്ഡം ശരിക്കും പറഞ്ഞാൽ ഒരു സൈലന്റ് ഹിറ്റ് ആയിരുന്നു. അതായത് യാതൊരുവിധ ഹൈപ്പും ഇല്ലാതെ വന്ന് ബോക്സ് ഓഫീസിൽ ഏകദേശം 75 കോടിക്ക് മേലാണ് സിനിമ കളക്ട് ചെയ്തത്. ബാഡ് ബോയ്സ് എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ ഫസ്റ്റ് ഡേ കിട്ടിയത്. സിനിമയുടെ പ്രോമോ വീഡിയോയും സോങ്സും എല്ലാം നല്ല രീതിയിൽ യൂത്ത് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. പക്ഷെ സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റ് മാത്രമായിട്ടാണ് മാറിയത്. ആന്റണി വർഗീസ് നായകനായെത്തിയ കോണ്ടൽ എന്ന സിനിമ നല്ല ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. പ്രതിഭ ട്യൂട്ടോറിയൽസ്, കഥ ഇന്നുവരെ, ആക്രി കല്യാണം, കുട്ടന്റെ ഷിനിഗാമി, ഓൾ വി ഇമാജിനാസ് ലൈറ്റ്, കപ്പ്, ചിത്തിനി, ഗുമസ്തൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇക്കൂട്ടത്തിൽ തന്നെ റിലീസായെങ്കിലും സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് ഒക്ടോബർ മാസത്തിൽ റിലീസായിരുന്നു. ഒക്ടോബർ മാസത്തിലെ ആദ്യം റിലീസായ മിക്ക സിനിമകളും ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. ഒക്ടോബർ മാസത്തിലെ ആദ്യ സിനിമ മാധവ് സുരേഷ് നായകനായെത്തിയ കുമ്മാട്ടിക്കളി എന്ന സിനിമയായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി. പിന്നീട് ഒരു കാട്ടിൽ ഒരു മുറി, കൂൺ, ലൂട്ടോ മുട്ടായി, പുഷ്പക വിമാനം, തെക്ക് വടക്ക്, തണുപ്പ് അങ്ങനെ ഒരുപിടി സിനിമകൾ ആദ്യം വന്ന് ഇവയൊന്നും വന്നതും പോയതും പോലും ആരും അറിഞ്ഞില്ല. പിന്നീട് റിലീസായത് അമൽനീരത് വലിയൊരു ഗ്യാപ്പിന് ശേഷം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയ് എന്നിവരെയും കൊണ്ട് റിലീസിന് വന്ന ബോഗൻവില്ല എന്ന സിനിമയായിരുന്നു. ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ഹൈപ്പി വന്ന സിനിമയായിരുന്നു ബോഗെയിൻവില്ല. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ചെയ്ത നെഗറ്റീവ് ക്യാരക്ടറൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് യാതൊരു വിധത്തിലുള്ള കളക്ഷനും നേടാൻ സാധിച്ചില്ല. സിനിമയിൽ ഫഹദ് ഫാസിലിനെ കൊണ്ടുവന്ന റോള് പോലും എന്തിനാണെന്ന് ഇപ്പോഴും ഡൗട്ടാണ്. ഏതായാലും ജ്യോതിർമയുടെ നല്ലൊരു കംബാക്ക് കൂടിയായിരുന്നു ഈ സിനിമ. പിന്നീട് പൊറാട്ട നാടകം, ക്രൗര്യം, സഖാവ് ഗൗരി ശങ്കർ, നായകൻ പൃഥ്വി അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നെങ്കിലും ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. ഒക്ടോബർ മാസത്തിലെ മറ്റൊരു വലിയ റിലീസായിരുന്നു പണി. ഈ സിനിമ സംവിധാനം ചെയ്ത ജോജു ജോർജ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജോഷിയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കിടിലൻ മേക്കിംഗ് ആയിരുന്നു ഈ സിനിമയിൽ ജോജു ജോർജ് ചെയ്തത്. ഈ സിനിമയുടെ നായികയായിട്ട് വന്ന അഭിനയുടെ ക്യാരക്ടറും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. പിന്നീട് ഉണ്ടന്നൂരിലെ കുൽസിത രഹള, പല്ലൊട്ടി, ചന്ദ്രനും പോലീസും, ദയഭാരതി, ത്രയം എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയത്തോടു കൂടി തന്നെ റിലീസായി. പിന്നീട് നവംബർ റിലീസുകളായിരുന്നു. നവംബർ റിലീസിലെ ആദ്യത്തെ പല സിനിമകളും ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. നവംബർ മാസത്തിലെ ആദ്യ റിലീസായിരുന്നു ഓശാന, ചാമ എന്നിങ്ങനെയുള്ള സിനിമകൾ. ഓശാന എന്ന സിനിമയിൽ നായകൻ ധ്യാൻ ശ്രീനിവാസനായിരുന്നു. പിന്നീട് ഭേദപ്പെട്ട ഹൈപ്പി വന്ന സിനിമയായിരുന്നു ഐ ആം ഖാദർ. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് നസ്രൻ നായകനെ വന്ന സിനിമ. പ്രേമലുവിന് ശേഷം ഇതേ കോംബോ ഒന്നിച്ച സിനിമയായിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയി. പിന്നീട് മുറ, ഒരു അന്വേഷണത്തിന്റെ തുടക്കം, സ്വർഗം, ആനന്ദ് ശ്രീബാല, ഈ ബന്ധം സൂപ്പറ, റാസ്, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി, ഞാൻ കണ്ടതാ സാറെ, പരാക്രമം, പ്രേതങ്ങളുടെ കൂട്ടം, രാമനും ഖദീജയും, ജമാലിന്റെ പൂവൻകോഴി, കാലവർഷക്കാറ്റ്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഇങ്ങനെ ഒരുപാട് സിനിമകൾ വന്നെങ്കിലും ആകെ കൂടി അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കിയ രണ്ട് സിനിമകളേ ഉള്ളൂ. അതിലൊന്ന് ഷറഫുദ്ദീൻ നായകനായ ഹലോ മമ്മിയും ഇത് കൂടാതെ ബേസിൽ നായകനായ സൂക്ഷ്മദർശിനി എന്ന സിനിമയുമായിരുന്നു. ഷറഫുദ്ദീൻ നായകനായി വന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈനർ ആയിരുന്നു ഹലോ മമ്മി. കുറെ കാലം ശേഷമായിരുന്നു മലയാള സിനിമയിലേക്ക് ഒരു ഹൊറർ കോമഡി എന്റർടൈനർ വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. പിന്നീട് ഡിസംബർ റിലീസുമായിരുന്നു. ഡിസംബർ റിലീസിലെയും ആദ്യത്തെ പല സിനിമകളും ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. ഡിസംബർ മാസത്തിൽ ആദ്യം റിലീസായ ബേൺ, ഭാരതപ്പുഴ, കള്ളം, ജീവൻ, ശ്വാസം അങ്ങനെ എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ഫ്ലോപ്പ് ആയിപ്പോയി. പിന്നീട് വന്ന രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി കോംബോയിൽ വന്ന യുതിര എന്ന സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു വാശിയാരി ക്രിസ്മസ് ക്ലാഷ് തന്നെയായിരുന്നു ഈ വർഷം നടന്നത്. എന്നാൽ വലിയ താരനിരയുള്ള സിനിമകളും വന്നില്ല. ക്രിസ്മസ് സീസണിലെ ആദ്യ റിലീസ് റൈഫിൾ ക്ലബ് എന്ന സിനിമയായിരുന്നു. റൈഫിൾ ക്ലബ്ബ്, മാർക്കോ, ഇഡി എന്നീ 3 സിനിമകളാണ് വന്നതെങ്കിലും 3 സിനിമകൾക്കും ഭേദപ്പെട്ട പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചത്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഇതുകൂടാതെ ക്ലാഷ് റിലീസ് ആയെത്തിയ എക്സ്ട്രാ ഡീസന്റ് എന്ന സുരാജ് വെഞ്ഞാറമൂടി ചിത്രത്തിനും ഭേദപ്പെട്ട രീതിയിലുള്ള റിവ്യൂ ലഭിച്ചെങ്കിലും സിനിമ അത്ര വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറിയില്ലെങ്കിലും ആവറേജ് ഹിറ്റിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഇവയിൽ വിന്നറായി മാറിയത് ശരിക്കും മാർക്കോ തന്നെയാണ്. ഹനീഫദിന് സംവിധാനം ചെയ്ത് ഉണ്ണിമൂന്നിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പർ റിലീസായ സിനിമ. ശരിക്കും പറഞ്ഞാൽ മല്ലു സിംഗിനൊക്കെ ശേഷം ഉണ്ണിമൂന്നിന്റെ കരിയറിൽ ആദ്യമായിരിക്കാം ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുന്നത്. ഉണ്ണിമൂന്നിന്റെ കരിയറിലെ ആദ്യ 100 കോടി നേട്ടവും ഈ സിനിമയായി മാറിയേക്കാം. പിന്നീട് ഇക്കൂട്ടത്തിലുള്ളത് ഡിസംബർ 25 റിലീസായ ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമയായിരുന്നു. ബറോസ് എന്ന സിനിമ ലാലേട്ടൻ തന്നെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു.
ലാലേട്ടൻ സംവിധായകനായി കൂടിയായിരുന്നു ഈ സിനിമയിൽ വന്നത്. ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഡ്രീം പ്രോജക്റ്റ് ആയ ബറോസ് സിനിമ എന്നാൽ ഭേദപ്പെട്ട പ്രകടനം പോലും കാഴ്ചവെക്കാതെ നെഗറ്റീവ് റിവ്യൂസിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററായി മാറിയേക്കാം. 2024 റിലീസായ ഒട്ടുമിക്ക മലയാള സിനിമകളെല്ലാം ഉൾപ്പെടുത്താൻ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകിയിട്ട് നിരാശയായതും തീരെ പ്രതീക്ഷയില്ലാതെ വന്ന് വമ്പൻ വിജയമായി മാറിയതുമെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അടുത്ത വർഷം ഇതുപോലുള്ള വമ്പൻ ഹിറ്റുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ന്യൂ ഇയർ ആയിട്ട് മറ്റേ താടിയൊക്കെ വെച്ച് സാന്താക്ലോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഇല്ലെങ്കിൽ പറയണേ.